മോദി സർക്കാരിന്റെ ഓർഡിനൻസ് ഭരണത്തിൽ അതൃപ്തി അറിയിച്ച് രാഷ്ട്രപതി പ്രണബ് മുഖർജി. നിയമനിർമ്മാണം ചർച്ചയിലൂടെ വേണമെന്ന് വിടവാങ്ങൽ പ്രസംഗത്തിൽ പ്രണബ് മുഖർജി വ്യക്തമാക്കി. മനു ശങ്കർ ചേരുന്നു. മനു, പ്രണബ് മുഖർജിയുടെ വിടവാങ്ങൽ ചടങ്ങ് എങ്ങനെ പുരോഗമിക്കുന്നു? വിശദാംശങ്ങൾ. തന്നെ ഇന്ന് വൈകിട്ട് 5:30 ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ ആതിഥ്യം വഹിച്ച യാത്രയയപ്പ് ചടങ്ങ് പാർലമെന്റ് സെൻട്രൽ ഹാളിൽ നടന്നത്. രാജ്യസഭാ അധ്യക്ഷനും ഉപരാഷ്ട്രപതിയുമായ ഡോക്ടർ ഹമീദ് അൻസാരി, രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ, ഡെപ്യൂട്ടി സ്പീക്കർ തമ്പി ദുരൈ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർക്കൊപ്പം MP മാരും ഈ വിടവാങ്ങൽ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ രാഷ്ട്രപതിക്ക് കോഫി ടേബിൾ ബുക്ക് MP മാരുടെ ഒപ്പുകൾ ശേഖരിച്ച് സമ്മാനിക്കുകയും ചെയ്തു. ഉപരാഷ്ട്രപതി, സ്പീക്കർ, പ്രധാനമന്ത്രി, കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി എന്നിവരുടെ ഒപ്പോട് കൂടിയാണ് ഈ കോഫി ടേബിൾ ബുക്ക് രാഷ്ട്രപതിക്ക് സമ്മാനിച്ചത്. സ്മരണയിൽ ഉപരാഷ്ട്രപതിയും സ്പീക്കറും ഒപ്പിടുകയും ചെയ്തു. ചടങ്ങിൽ സ്പീക്കർ നടത്തുന്ന പ്രസംഗം ബംഗാളിലെ കലാകാരന്മാരുടെ ചിത്രപ്പണികൾക്കുള്ള അലങ്കാര പട്ടുതുണിയിൽ ആലേഖനം ചെയ്ത് ഉപഹാരമായി രാഷ്ട്രപതിക്ക് നൽകുകയും ചെയ്തു. ഇതിനുശേഷമാണ് രാഷ്ട്രപതി പ്രണബ് മുഖർജി കേന്ദ്ര സർക്കാരിന്റെ തുടരെയുള്ള ഓർഡിനൻസുകൾക്കെതിരെ നിലപാടുകൾ വ്യക്തമാക്കിയത്. തുടരെ നിയമനിർമ്മാണം നടത്തുന്നത് രാജ്യത്തിന്റെ പുരോഗതിക്ക് ഗുണകരമാകില്ലെന്നും നിയമനിർമ്മാണം അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് നടത്തേണ്ടതെന്നും രാഷ്ട്രപതി പ്രണബ് മുഖർജി വ്യക്തമാക്കുകയുണ്ടായി. ഇതോടൊപ്പം ചടങ്ങിന് ശേഷം നടന്ന ചായ സൽക്കാരത്തിൽ ബംഗാളി വിഭവങ്ങളും മറ്റുമാണ് ഉണ്ടായത്. ഇതും ശ്രദ്ധേയമായി. എന്തായാലും നാളെയാണ് രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ കാലാവധി അവസാനിക്കുന്നത്. തുടർന്ന് മറ്റന്നാൾ ഇന്ത്യയുടെ 14ാം രാഷ്ട്രപതിയായി രാംനാഥ് കോവിന്ദ് അധികാരമേൽക്കും. മനു ശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. NCP സംസ്ഥാന അധ്യക്ഷൻ ഉഴവൂർ വിജയൻ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കരൾ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ഈ മാസം 11 മുതൽ ചികിത്സയിലായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ രാവിലെ 6:55ഓടെയായിരുന്നു അന്ത്യം. കരൾ, ഉദരസംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ഈ മാസം 11-നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രോഗം മൂർച്ഛിച്ചതിനാൽ 2 ദിവസമായി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയത്. ഉഴവൂർ വിജയന്റെ വിയോഗവാർത്തയറിഞ്ഞ് നിരവധി പ്രമുഖർ ആശുപത്രിയിലെത്തി. മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, തിലോത്തമൻ, MLA മാരായ VD സതീശൻ, VP സജീന്ദ്രൻ, PT തോമസ് എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടറി P രാജീവ്, NCP നേതാക്കളായ AK ശശീന്ദ്രൻ MLA, TP പീതാംബരൻ മാസ്റ്റർ എന്നിവരും ആദരാഞ്ജലികൾ അർപ്പിച്ചു. 10 മണിയോടെ മൃതദേഹം കോട്ടയത്തേക്ക് കൊണ്ടുപോയി. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് സ്വദേശമായ കുറിച്ചിത്താനത്ത് സംസ്കാര ചടങ്ങുകൾ നടക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഉഴവൂർ വിജയന്റെ മൃതദേഹം കോട്ടയത്തെ പൊതുദർശനത്തിന് ശേഷം ജന്മനാടായ കുറിച്ചിത്താനത്തെത്തിച്ചു. വിജയന്റെ സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് സംസ്ഥാന ബഹുമതികളോടെ വീട്ടുവളപ്പിൽ നടക്കും. അന്തരിച്ച NCP സംസ്ഥാന അധ്യക്ഷൻ ഉഴവൂർ വിജയന്റെ മൃതദേഹം ഉച്ചയ്ക്ക് 12:30 കോട്ടയം തിരുനക്കരയിൽ പൊതുദർശനത്തിന് വച്ചു. കുറുക്ക് കൊള്ളുന്ന പ്രയോഗങ്ങളിലൂടെ രാഷ്ട്രീയ എതിരാളികൾക്കുമേൽ വാക്കുകൾ കൊണ്ട് പലതവണ ചാട്ടുളി പായിച്ച അതേ തിരുനക്കര മൈതാനിയിൽ ചേതനയേറ്റ ഉഴവൂർ വിജയനെ ഒരു നോക്ക് കാണാൻ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നും നിരവധി പേരാണ് എത്തിയത്. LDF കൺവീനർ വൈക്കം വിശ്വൻ, മന്ത്രിമാരായ മാത്യു ടി തോമസ്, K രാജു, കടന്നപ്പള്ളി രാമചന്ദ്രൻ, P തിലോത്തമൻ, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മുൻ ധനകാര്യമന്ത്രി KM മാണി, MLA മാരായ മോൻസ് ജോസഫ്, AK ശശീന്ദ്രൻ തുടങ്ങിയവരും തിരുനക്കരയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് 2:30 വിലാപയാത്രയായി ഉഴവൂരിലെത്തിച്ച മൃതദേഹം കുറിച്ചിത്താനത്തെ KR നാരായണൻ മെമ്മോറിയൽ LP സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. നാളെ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിക്കും. ഉച്ചയ്ക്ക് 12-ന് വീട്ടുവളപ്പിൽ സംസ്ഥാന ബഹുമതികളോടെയാണ് സംസ്കാരം. രാഷ്ട്രീയ എതിരാളികൾക്കുമേൽ കുറുക്കിക്കൊള്ളുന്ന പ്രയോഗങ്ങൾ നടത്താൻ ഇനി ഉഴവൂർ വിജയൻ തിരുനക്കരയിലേക്ക് എത്തില്ല. അദ്ദേഹം മടങ്ങുകയാണ് ജന്മനാട്ടിൽ അന്തിയുറങ്ങാൻ. കോട്ടയത്ത് നിന്നും ക്യാമറാമാൻ സംജിത് ആർപ്പുക്കരയോടൊപ്പം TP പ്രശാന്ത്. വ്യക്തിശുദ്ധിയും രാഷ്ട്രീയ ശുദ്ധിയും ഒരുപോലെ സൂക്ഷിച്ച മാതൃകാ പൊതുപ്രവർത്തകനാണ് ഉഴവൂർ വിജയനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഒരു ചാചല്യവുമില്ലാതെ ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ആളാണ് ഉഴവൂരെന്നും അദ്ദേഹം പറഞ്ഞു. ഉഴവൂർ വിജയന്റെ സംസ്കാര ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ശ്രീ ഉഴവൂർ വിജയൻ. NCPയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലെത്തുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശക്തനായ വക്താവായാണ് എല്ലാ ഘട്ടത്തിലും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്.
കേരളത്തിൽ ജനങ്ങൾ വലിയ സ്വീകാര്യതയാണ് അദ്ദേഹത്തിന് നൽകിയിരുന്നത്. പ്രസംഗത്തിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന തമാശകൾ അത് കേവലം തമാശകൾ മാത്രമായിരുന്നില്ല. അതീവ ഗൗരവമുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളടക്കം അദ്ദേഹത്തിൻ്റേതായ ശൈലിയിൽ അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ നല്ല രീതിയിലായിരുന്നു ജനങ്ങളത് സ്വീകരിച്ചിരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയൊരു നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം മൂലം സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും പാർട്ടിയുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു, അനുശോചനം രേഖപ്പെടുത്തുന്നു. ഉഴവൂർ വിജയന്റെ നിര്യാണം ഇടതുപക്ഷത്തിന് കനത്ത നഷ്ടമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. NCPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഉഴവൂർ വിജയന്റെ നിര്യാണം ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് അപരിഹാര്യമായൊരു നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി കേരളത്തിലുടനീളം സഞ്ചരിച്ച് പ്രചാരവേല ചെയ്ത ഒരു ഉജ്ജ്വലനായ വാഗ്മി ആണ് ഉഴവൂർ വിജയൻ. സംഘടനാ രംഗത്തും പ്രക്ഷോഭ രംഗത്തും പ്രചാരണ രംഗത്തും കഴിവ് തെളിയിച്ച ഒരു നേതാവായിരുന്നു ശ്രീ ഉഴവൂർ വിജയൻ. ഈ നിര്യാണത്തിൽ CPIM സംസ്ഥാന കമ്മിറ്റി അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഉഴവൂർ വിജയന്റെ നിര്യാണത്തിൽ VS അച്യുതാനന്ദൻ അനുശോചനം അറിയിച്ചു. ഉഴവൂർ വിജയന്റെ നിര്യാണം ഈ സംസ്ഥാനത്തിൻ്റെ പൊതുജീവിതത്തിന് മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് തന്നെ വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലുള്ള എൻ്റെ നിർവ്യാജമായ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ നർമ്മത്തിന്റെ മേമ്പൊടി ചാലിച്ച് ആളെ കൂട്ടുന്നവരിൽ ആദ്യ നിരയിലായിരുന്നു ഉഴവൂർ വിജയന്റെ സ്ഥാനം. എന്നും സാധാരണക്കാരുടെ നേതാവായി ഇടതുപക്ഷത്ത് നിലയുറപ്പിച്ച അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലൂടെ ഉഴവൂർ കുറിച്ചിത്താനം കാരാംകുന്നേൽ ഗോവിന്ദൻ നായരുടെയും ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും മകനായ ഉഴവൂർ വിജയൻ KSUവിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചത്. ബിരുദധാരിയായ ഉഴവൂർ വിജയൻ പിന്നീട് KSU സംസ്ഥാന സെക്രട്ടറിയായും യൂത്ത് കോൺഗ്രസ് സെക്രട്ടറിയായും പ്രവർത്തിച്ചു. ഇന്ദിരയുടെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ കലഹിച്ച് കോൺഗ്രസ് പിളർന്നപ്പോൾ ആന്റണിക്കൊപ്പം നിന്നു. പിന്നീട് കോൺഗ്രസ് എസിലൂടെ NCPയിലെത്തി ഇടതുപക്ഷത്തോടൊപ്പം നിലയുറപ്പിച്ചു. ആദ്യ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ കുമാരനെല്ലൂർ ഡിവിഷനിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ KM മാണിക്കെതിരെ മത്സരത്തിനിറങ്ങി. NCP ദേശീയ സമിതി അംഗം, സംസ്ഥാന വൈസ് പ്രസിഡന്റ്, മീഡിയ കമ്മിറ്റി ചെയർമാൻ, NCPയുടെ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച അദ്ദേഹം NCP സംസ്ഥാന അധ്യക്ഷനായി. KR നാരായണൻ ഫൗണ്ടേഷൻ ചെയർമാനാണ്. ചന്ദ്രമണി അമ്മയാണ് ഭാര്യ. വന്ദന, വർഷ എന്നിവർ മക്കളാണ്. കേരള രാഷ്ട്രീയത്തിൽ നർമ്മത്തിന്റെ മേമ്പൊടി ചാലിച്ച് ആളെ കൂട്ടുന്നവരിൽ ആദ്യ നിരയിൽ നിൽക്കുന്ന ഉഴവൂർ വിജയന്റെ പ്രയോഗങ്ങൾ കുറിക്കുകൊള്ളുന്നതാണ്. പ്രസംഗം കേൾക്കാൻ വരുന്നത് പച്ചയായ മനുഷ്യരാണ്. കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. പറയുന്നത് തമാശയല്ല, കാര്യങ്ങളാണ്. ഇതാണ് ഉഴവൂർ വിജയന്റെ നയം. തമാശകളായി കാര്യങ്ങൾ പറയുമ്പോഴും വിജയന് എന്നും ഉറച്ച നിലപാടുകളുണ്ടെന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും സമ്മതിക്കും. മത്സരിക്കാൻ സീറ്റ് കിട്ടിയില്ലെങ്കിൽ മരിക്കാനൊന്നും പോകുന്നില്ല. എന്നാൽ LDFനായി മരിക്കാൻ തയ്യാറാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടുള്ള കൂറ് പ്രകടമാക്കുന്നതാണ് ഉഴവൂർ വിജയന്റെ ഈ വാക്കുകൾ. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചിന്തിപ്പിക്കുന്ന നിരീക്ഷണങ്ങളും ചിരിപ്പിക്കുന്ന നമ്പറുകളും കുറുക്കിക്കൊള്ളുന്ന വിമർശനങ്ങളുമായിരുന്നു ഉഴവൂർ വിജയന്റേത്. തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഹാസ്യം ചേർത്ത് അദ്ദേഹം പൊട്ടിച്ച അമിട്ടുകൾ മണിക്കൂറുകൾ നീണ്ട പ്രസംഗത്തെക്കാളും ദിവസങ്ങൾ നീണ്ട പ്രചരണത്തെക്കാളും വളരെ വേഗത്തിൽ ഹിറ്റായിരുന്നു. സീതി ഹാജിയുടെയും നായനാരുടെയും കരുണാകരന്റെയും ഫലിതങ്ങളും നമ്പാടന്റെ നമ്പറുകളും കേരളം ഇന്നും ഓർത്തോർത്ത് ചിരിക്കുന്നവയാണ്. ഇവർ അന്ന് ഉപയോഗിച്ച വാക്കുകൾക്ക് പുറമൂടി നൽകി പുതുതലമുറക്കാർ നമ്പറിടുമ്പോഴും പഴയ മൂർച്ച കിട്ടാറില്ല പലതിനും. ഹാസ്യരസം നിറച്ച് എതിരാളികൾക്ക് നേരെ വാക്കുകൾ പ്രയോഗിക്കുന്ന സരസന്മാരായ രാഷ്ട്രീയക്കാരെ കക്ഷിഭേദമില്ലാതെ കേരളം സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ കാലത്തും. ഹാസ്യത്തിന്റെ മേമ്പൊടി ചേർത്ത് പ്രസംഗിക്കുന്നവരിൽ പ്രമുഖൻ ഉഴവൂർ വിജയനായിരുന്നു. UDF എന്ന് പറഞ്ഞാൽ തന്നെ
പട്ടിന് ലോകം നൽകിയ പേർ കല്യാൺ എന്നതുപോലെ UDF ജനങ്ങൾ നൽകിയ നിർവചനം ഉഡായിപ്പ് ഡെവലപ്മെന്റ് ഫ്രണ്ട് എന്ന് പറയേണ്ടതായ അവസ്ഥയിലാണ് UDF പ്രവർത്തനം. അദ്ദേഹത്തിന്റെ ചിന്തിപ്പിക്കുന്ന നിരീക്ഷണങ്ങളും ചിരിപ്പിക്കുന്ന നമ്പറുകളും കുറിക്കുകൊള്ളുന്ന വിമർശനങ്ങളും പുതിയ തലമുറ പോലും ചർച്ച ചെയ്തിരുന്നു. ഗൗരവമുള്ള പ്രസംഗത്തിന് ഇരുന്നു കൊടുക്കാൻ രാഷ്ട്രീയത്തെ ഗൗരവത്തോടെ കാണുന്നവർ പോലും ഇന്ന് തയ്യാറല്ലാത്ത സാഹചര്യത്തിലായിരുന്നു ഉഴവൂരിനെ ആളുകൾ കേട്ടത്. പൊതുവെ രാഷ്ട്രീയത്തെ ഗൗരവമായി കാണാത്ത പുതുതലമുറയ്ക്കും രാഷ്ട്രീയം കേട്ടുമടുത്ത പഴയ തലമുറയ്ക്കും ഗൗരവം വിട്ട് നേതാക്കൾ അല്പം തമാശ പറയുന്നതിലെ താല്പര്യം കൂടിയത് ഉഴവൂരിലൂടെയായിരുന്നു. ഒരു കുഞ്ഞുഞ്ഞിന്റെ വീട് ഇത്രയും വലിയ കല്ല് വന്നു വീണ പിന്നെ കുഞ്ഞുഞ്ഞ മറ്റേ 12-10 ലോറികളിൽ തവള പോയ പോലെ ആകേണ്ടതാണ്. പക്ഷെ ആ കല്ല് ഒരു മാന്ത്രിക ശക്തിയുള്ള കല്ലായിരുന്നു, മാണിക്യ കല്ലായിരുന്നു. മിക്കവാറും ആ കല്ലുമായിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ അവരും യാത്ര നടത്താൻ സാധ്യതയുണ്ട്. കല്ലിന്റെ സ്വീകരണം, മാലയിടുക, മകളാക്കാരൊക്കെ കൂടെ വന്ന് വലിയ ബഹളമൊക്കെ ആയിരിക്കും. അത് ചിതാഭസ്മൊക്കെ കൊണ്ടിരുന്നത് പോലെ ഉള്ള ചില കലാപരിപാടികളൊക്കെ വോട്ടിന് വേണ്ടി അവർ നടത്താൻ തയ്യാറാണ്. ശ്രീ കല്ലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ബസിന്റെ ചില്ലിനിട്ട് വേറെറിഞ്ഞാൽ ആ ചില്ല് ചടങ്ങി പല കഷ്ണമായിട്ട് അവിടെ ഇരിക്കും. ചിലപ്പോ കല്ലകത്തോട്ട് പോയെന്നിരിക്കും, എന്നാലും ചിലപ്പോ അങ്ങനെ പോകാൻ സാധ്യതയില്ല. പക്ഷെ ഈ കല്ല് അങ്ങനെയല്ല. ഇടതുവശത്തെ ചില്ലിനിടയിലൂടെ കടന്നു വന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മൂക്കാണ് ആദ്യം കല്ലിന് ദൃശ്യമായി. വലിയ മൂക്കാണല്ലോ അദ്ദേഹത്തിന്റെ. ആ മൂക്കിൽ തട്ടാതെ ആ കല്ല് നേരെ ചില്ലിനിട്ട് തട്ടിയിട്ട് ആ ചില്ലിന്റെ ഒരു കഷ്ണം വന്ന് അദ്ദേഹത്തിന്റെ നെറ്റിയിലേക്ക് വന്നു. കല്ലവിടെ കൊണ്ട് നിന്നില്ല. ഹാസ്യം ചേർത്ത് ഉഴവൂർ പൊട്ടിച്ച അമിട്ടുകൾ മണിക്കൂറുകൾ നീണ്ട പ്രസംഗത്തെക്കാളും ദിവസങ്ങൾ നീണ്ട പ്രചരണത്തെക്കാളും വളരെ വേഗത്തിൽ ഹിറ്റായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ നർമ്മത്തിന്റെ മേമ്പൊടി ചാലിച്ച് ആളെ കൂട്ടുന്നവരിൽ ഉഴവൂരിന് ആദ്യ നിരയിൽ തന്നെ സ്ഥാനമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനമായ ബെമലിനെ ചുളുവിലക്കി വിൽക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. 50,000 കോടി മൂല്യമുള്ള കമ്പനിക്ക് കേന്ദ്രം വിലയിട്ടത് 518 കോടി മാത്രം. MP രാജേഷ് MPയാണ് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തുവിട്ടത്. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നു. മനു, വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. ധന്യ, പ്രതിരോധ, വ്യോമയാന, അതോടൊപ്പം റെയിൽ, മെട്രോ മേഖലകളിലൊക്കെ വളരെ നിർണായകമായ ഉപകരണങ്ങൾ നൽകുന്ന പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് എർത്ത് മൂവീസ് ലിമിറ്റഡ് സ്വകാര്യവൽക്കരിക്കാനുള്ള സർക്കാർ നീക്കത്തിലെ വൻ അഴിമതിയുടെ കണക്കുകളാണ് പുറത്തു വരുന്നത്. 56,500 കോടി രൂപയാണ് 1964 പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ സ്ഥാപിച്ച ഈ ബിമലിന്റെ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ആസ്തി. എന്നാൽ 56,500 കോടി രൂപയുള്ള ഭാരത് എർത്ത് മൂവീസ് ലിമിറ്റഡ് വെറും 518 കോടി രൂപയ്ക്ക് സ്വകാര്യവൽക്കരിച്ച് വിൽക്കാനുള്ളൊരു നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ഇത് സംബന്ധിച്ചുള്ള പാർലമെന്റിൽ MP രാജേഷ് MP ഉന്നയിച്ച ചോദ്യങ്ങൾക്കാണ് ഇത് സംബന്ധിച്ചുള്ള മറുപടി സർക്കാർ നൽകിയിരിക്കുന്നത്. 56,500 കോടി രൂപയുള്ള പൊതുമേഖലാ സ്ഥാപനത്തിന് 518 കോടി രൂപയുടെ ആസ്തി എന്നാണ് സർക്കാർ മറുപടി നൽകിയിരിക്കുന്നത്. ബിമലിന്റെ ഭൂമി തന്നെ 4,194 ഏക്കർ ഭൂമിയിൽ 2,600ഓളം ഏക്കർ ഭൂമി സർക്കാർ കൈവശമുള്ളതാണ്. ബാക്കിയുള്ളത് പാട്ടഭൂമിയുമാണ്. ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ, മൈസൂർ ഉൾപ്പെടെയുള്ള വൻ നഗരങ്ങളിലാണ് ഈ ബിമലിന്റെ പ്രധാന ഭൂമികളെല്ലാം ഉള്ളത്. ഇതിന്റെ ആസ്തി തന്നെ 3,500 കോടി രൂപയ്ക്ക് മുകളിൽ വരും. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ ഈ ബിമലിന്റെ ഭൂമിക്ക് മാത്രം വിലയിട്ടിരിക്കുന്നത് 92 കോടി രൂപ മാത്രമാണ്. 100-1 വില മാത്രമാണ് ഇതിന്റെ ഭൂമിക്ക് സർക്കാർ വിലയിട്ടിരിക്കുന്നത്. ഇത്രയധികം വൻ കൊള്ള നഷ്ടത്തിലാണ് പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം സർക്കാർ നടത്തുന്നത്. 6,500 കോടി രൂപയോളം ലാഭം ഇക്കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മാത്രം ബിമൽ നേടിയിരുന്നു. കൂടാതെ 700 കോടി രൂപയോളമാണ് നികുതി ഇനത്തിൽ മാത്രം സർക്കാർ ഖജനാവിലേക്ക് ഇക്കഴിഞ്ഞ 10 വർഷത്തിനിടെ അടയ്ക്കുകയും ചെയ്തത്. ഇക്കഴിഞ്ഞ ഒരു വർഷം മാത്രം 100 കോടി രൂപയ്ക്കടുത്ത് മറ്റു ഡിമാൻഡുകളായി അടയ്ക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വൻ ലാഭത്തിലുണ്ടായിരുന്ന ബിമൽ പൂർണ്ണമായും സ്വകാര്യവൽക്കരിച്ച് വലിയ കുറഞ്ഞ തുകയ്ക്ക് വിൽക്കാനുള്ള നീക്കത്തിലേക്ക് സർക്കാർ കടക്കുന്നത്. നേരത്തെ ഈ 54% സർക്കാർ ഓഹരി ഉണ്ടായിരുന്നിടത്ത് 26% സ്വകാര്യവൽക്കരിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ വിവിധയിടങ്ങളിൽ തൊഴിലാളികൾ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് 100-1 പോലും ആസ്തി വിലയില്ലാതെയാണ് സ്വകാര്യവൽക്കരിക്കുന്നത് എന്ന വെളിപ്പെടുത്തൽ നരേന്ദ്രമോദി സർക്കാർ തന്നെ നടത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു വിലയിട്ടത് വാങ്ങാൻ വരുന്ന സ്വകാര്യ കുത്തകൾക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് എന്നത് വളരെ വ്യക്തമല്ലേ?
തീർച്ചയായും വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ അധികാരത്തിലേറിയ ശേഷം ഒരു അഴിമതി ആരോപണങ്ങൾ പോലും തങ്ങൾക്കെതിരെ ഉന്നയിക്കാനായിട്ടില്ലെന്നാണ് നരേന്ദ്രമോദി സർക്കാർ നിരന്തരം അവകാശപ്പെട്ടിരുന്നത്. ഇതിന് പിന്നാലെയാണ് കേരളത്തിലടക്കം മെഡിക്കൽ കോളേജ് കോഴ വിവാദമൊക്കെ പാർലമെന്റിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വൻ പ്രതിഷേധത്തിന് വഴിവെച്ചത്. ഇതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഈ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനം തീർത്തും 100-1 വിലയ്ക്ക് സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കത്തിന്റെ കണക്കുകൾ പുറത്തു വരുന്നത്. 6500 കോടി രൂപയോളം ഇക്കഴിഞ്ഞ 10 വർഷത്തിന് ഇടയിൽ മാത്രം ലാഭമുണ്ടാക്കിയ കമ്പനി 518 കോടി രൂപയ്ക്ക്, അതായത് 56,500 കോടി രൂപയോളം ആസ്തി വിലയുള്ള കമ്പനി 518 കോടി രൂപയ്ക്ക് പൂർണ്ണമായും അതും പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനം തന്നെ സ്വകാര്യവൽക്കരിക്കുന്ന നീക്കത്തിലേക്കാണ് സർക്കാർ കടക്കുന്നത്. നേരത്തെ ബംഗാൾ കെമിക്കൽസ്, ഹിന്ദുസ്ഥാൻ ആന്റിബയോട്ടിക്സ് ഉൾപ്പെടെയുള്ള ഇതുപോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആദ്യം അടച്ചുപൂട്ടുകയും പിന്നീട് ഇത് സ്വകാര്യവൽക്കരിക്കുകയും ചെയ്തിരുന്നു. സമാനമായ ഒരു നിലപാട് ഇപ്പോൾ ബിമലിലും ഉണ്ടാവുകയാണ്. കഞ്ചിക്കോടിലടക്കം വിവിധ തൊഴിലാളികൾ ഇതിനെതിരെ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇക്കാര്യത്തിലൊന്നും അന്നും സർക്കാർ മറുപടി നൽകിയിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് പൂർണ്ണമായും പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ്, അതും വലിയ സുപ്രധാനമായ ഉപകരണങ്ങൾ മറ്റും ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കമ്പനി 100-1 വിലയ്ക്ക് സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കത്തിലേക്ക് സർക്കാർ കടക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും വൻ അഴിമതിയുടെ കണക്കുകൾ വലിയ പ്രതിഷേധത്തിന് വഴിവെക്കാനാണ് സാധ്യത. മനു, അതുപോലെ തന്നെ സ്വകാര്യവൽക്കരണം വന്ന് പൊതുമേഖലയിൽ നിന്ന് തന്നെ കമ്പനി അപ്രത്യക്ഷമായാൽ സംഭവിക്കുക എന്തൊക്കെയായിരിക്കും? തീർച്ചയായും ഇതിൽ ആദ്യം തന്നെ 54% സർക്കാർ ഓഹരിയായി നിശ്ചയിച്ചിരുന്നത്. ഇത് പിന്നീട് 26% സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം സർക്കാർ നടത്തി. ഇതിന് പല ന്യായീകരണങ്ങൾ സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത് പൂർണ്ണമായി തന്നെ സ്വകാര്യവൽക്കരിക്കുന്നത്. അതും വൻ ആസ്തിയുള്ള കമ്പനി, ഇക്കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മാത്രം വൻ ലാഭം കൊയ്തിരുന്ന ഒരു കമ്പനി 100-1 വിലയ്ക്ക് വിൽക്കുന്നു എന്നതാണ് ശ്രദ്ധേയമാകുന്നത്. പ്രതിരോധ വ്യോമയാന മേഖലകൾ, അതോടൊപ്പം റെയിൽ മെട്രോ മേഖലകളിലൊക്കെ ഇതിനാവശ്യമായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പ്രതിരോധ മന്ത്രാലയത്തിന്റെ RDOയുടെ തന്നെ കീഴിൽ വരുന്ന റിസർച്ച് മേഖലയിൽപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമാണ്. ഈ സ്ഥാപനം തന്നെ സ്വകാര്യവൽക്കരിക്കുന്നത് തന്നെ വലിയ പ്രതിസന്ധിയും പ്രതിഷേധവും നേരത്തെ തുടരുക. ഇപ്പോൾ MP രാജേഷ് ചേരുന്നു. ശ്രീ MP രാജേഷ്, മേക്ക് ഇൻ ഇന്ത്യ പറഞ്ഞു നടക്കുന്ന മോദി സർക്കാരാണ് രാജ്യത്തിന്റെ അഭിമാനമായ ബെമലിന് 50,000 കോടി വിപണി മൂല്യമുള്ളത് 518 കോടി കണക്കാക്കിയിരിക്കുന്നത്. ബെമൽ ഇങ്ങനെ ഒരു വിലയിട്ടത് വാങ്ങാൻ വരുന്ന സ്വകാര്യ കുത്തകകൾക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് എന്നത് വളരെ വ്യക്തമല്ലേ? ഞാൻ ഇക്കാര്യം ഞങ്ങൾ ഉന്നയിച്ച ചോദ്യത്തിനാണ് ഈ മറുപടി കിട്ടിയിട്ടുള്ളത്. ആ ചോദ്യത്തിന് കിട്ടിയ മറുപടിയിൽ നിന്ന് തന്നെ ഈ സർക്കാരിന്റെ രാജ്യദ്രോഹപരമായിട്ടുള്ള കൊള്ള നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 4,900-ഓളം ഏക്കർ ഭൂമി ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാമായിട്ട് ബെമലിനുണ്ട്. ബാംഗ്ലൂർ, അതുപോലെ കോലാർ സ്വർണ്ണ ഖനികളുടെ മേഖല, കൊച്ചി, പാലക്കാട്, ചെന്നൈ, മൈസൂർ, ഡൽഹി തുടങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലുമായിട്ട് അത്ര 33,700 കോടി രൂപ വില വരും. 4,900 ഏക്കറയാണ് ഭൂമിയുള്ളത്. അതിന് കേന്ദ്ര സർക്കാർ വിലയിട്ടത് 92.5 കോടി രൂപയാണ്. അപ്പൊ വളരെ വ്യക്തമാണ് ഇത് വിൽപ്പന എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ കണ്ടുവച്ചാണ് ഇത് സ്വകാര്യവൽക്കരിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് ഏർപ്പാടിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വില കുറച്ചിട്ടുള്ളത്. മാത്രമല്ല ഇതിന്റെ ആകെ വിപണി വില 50,000 കോടി വരും. സർക്കാർ കണക്കാക്കുന്നത് വെറും 518 കോടി രൂപയാണ്. കഴിഞ്ഞ ഒരു വർഷം മാത്രം ബെമൽ നികുതി അടച്ചത് 693 കോടി രൂപയാണ്. കേന്ദ്ര സർക്കാരിന് കൊടുത്ത നികുതി 10 കൊല്ലം കൊണ്ട്, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ, ഇതെല്ലാം ഞാൻ ഉന്നയിച്ച ചോദ്യത്തിനുള്ള മറുപടിയായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ബെമലിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് കിട്ടിയ നികുതി വരുമാനം 6,400 കോടിയിലധികം രൂപയാണ്. അപ്പോ ഒരൊറ്റ വർഷം മാത്രം 693 കോടി രൂപ നികുതി അടച്ച കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിനാണ് 518 കോടി രൂപ ആകെ വില കാണുന്നത് ഈ ഗവൺമെന്റ്. നികുതി കഴിച്ചുള്ള ലാഭം 1,141 കോടി രൂപയാണ്. അതിനും പുറമെ ഡിവിഡന്റ് ഇനത്തിൽ വീണ്ടും ഒരു 71 കോടി രൂപ കേന്ദ്ര സർക്കാരിന് ബെമൽ കൊടുത്തിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. ഇത് മോഡി സർക്കാരിന്റെ, മോഡിയുടെ ചങ്ങാതിമാരായിട്ടുള്ള ചില പ്രധാനപ്പെട്ട കുത്തകകൾ അവരാണിത് വാങ്ങാൻ കണ്ണുവെച്ചിട്ടുള്ളത്. അവർക്ക് ചുളുവിലയ്ക്ക് നാടിന്റെ അഭിമാന സ്ഥാപനം, അതും പ്രതിരോധ സ്ഥാപനം വിൽക്കാനുള്ള നീക്കമാണ് എന്നിപ്പോൾ വ്യക്തമായിരിക്കുന്നു. ഞങ്ങളിത് കുറെ കാലത്തേക്ക് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ഞാൻ ഈ പ്രശ്നം ഉന്നയിച്ചിരുന്നു. ഇപ്പൊ സർക്കാരിനെ കൊണ്ട് തന്നെ അത് സമ്മതിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ചോദ്യത്തിലുള്ള
ഉത്തരത്തിൽ സർക്കാരിന് ഈ കണക്കുകൾ മറച്ചു വെക്കാൻ കഴിയുന്നതല്ലോ അല്ലല്ലോ. ആ കണക്കുകൾ സ്വയം സംസാരിക്കുന്നതാണ്. സർക്കാരിന്റെ ഓൺലൈനിൽ സ്വയം സംസാരിക്കുന്ന തെളിവുകളാണ്. വളരെ നന്ദി ശ്രീ MP രാജേഷ് ഈ അവസരത്തിൽ വാർത്തയോട് പ്രതികരിച്ചതിന്.